ഇറാനും റഷ്യയും പിന്തുണച്ചില്ല. സിറിയയുടെ സർക്കാർ മൂക്ക് കുത്തി വീണു. ഇതാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പൊരുളായിട്ട് കണക്കാക്കുന്നത്. ഏത് സമയത്തും സിറിയക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും. അവർക്ക് രാഷ്ട്രീയമായി അതിൻ്റേതായിരിക്കുന്ന ഗുണങ്ങളും സിറിയയുടെ ഭൂമിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകമായിരിക്കുന്ന സൈനിക താവളങ്ങൾ റഷ്യക്ക് സിറിയയിലുണ്ട്, ഇറാനും സിറിയയിലുണ്ട്. അവരുടെ സൈനിക മേഖല അവരുടെ ഭൂപ്രദേശമായിട്ട് തന്നെയാണ് അവരതിനെ പരിരക്ഷിക്കുന്നതും അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളും അവിടെ നിന്നുള്ള ബന്ധങ്ങളും ഉണ്ടാക്കുന്നതും ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കൃത്യമായ രീതിയിൽ വിലയിരുത്തിയത് ഡമാസ്കസിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഒരിക്കലും വിമതപക്ഷത്തിന് സാധിക്കുകയില്ല എന്നുള്ളതാണ്. 2011 രൂക്ഷമായിരിക്കുന്ന ആഭ്യന്തര കലാപം അവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. 6 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ആ കലാപത്തിൽ ഡമാസ്കസ് സർക്കാരിനെ സഹായിച്ചത് 100% റഷ്യയും ഇറാന്റെ സൈന്യവുമാണ്. സംയുക്തമായി ചേർന്നുകൊണ്ട് സിറിയൻ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ടാണ് അവർ ഈ വിമതപക്ഷത്തെ ഇല്ലാതാക്കിയത്. അങ്ങനെ വലിയ മുന്നേറ്റമുണ്ടാക്കി വലിയൊരു വിജയം സിറിയയുടെ ഭൂപ്രദേശത്ത് അസദ് സർക്കാരിനുണ്ടാക്കിയതോടുകൂടി അവർ തമ്മിൽ വലിയ ബന്ധങ്ങളായി, വലിയ സഹകരണങ്ങളായി. സൈനിക മേഖലയിലും ആയുധ മേഖലയിലും പരസ്പരം കരാർ വ്യവസ്ഥയുണ്ടായി. അങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത്. പൊടുന്നനെ മാറ്റങ്ങൾ വരുന്നത് 2011 സിറിയയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നത്. അതിന്റെ തുടർച്ചയായ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന വലിയ വിഷയകാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഒതുങ്ങിപ്പോയി. അതിന്റെ ശേഷം അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നത് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതോടനുബന്ധിച്ചാണ്. അത് വല്ലാത്തൊരു മാറ്റമാണ്. ഇപ്പോൾ ഏകദേശം 3 വർഷത്തിലേക്ക് കടക്കാൻ പോകുന്ന ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഒരു വിജയമുണ്ടാക്കാൻ വേണ്ടി റഷ്യക്കോ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈനോ സാധിച്ചില്ല. വലിയ രീതിയിലുള്ള സൈനിക മരണങ്ങൾ അവിടെ ഉണ്ടായി. 5 ലക്ഷത്തോളം സൈനികരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനൊന്നും ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു വിശദീകരണമൊന്നുമില്ല. പക്ഷേ വലിയ ജനാവലിയായിരിക്കുന്ന ഈ സൈനികർ മരണപ്പെട്ട വിവരം ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ റഷ്യക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കാത്തതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഉക്രൈനെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും സംയുക്തമായി തന്നെ സൈനികമായും സാമ്പത്തികമായും ആയുധം നൽകിയിട്ടും സഹായിക്കുന്നു. ഓരോരോ വർഷത്തെ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്തും ഉക്രൈന് പ്രത്യേകമായിരിക്കുന്ന സാമ്പത്തിക സഹായം നീക്കിവെക്കുന്ന പ്രവൃത്തിയിൽ യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാക്കാറുണ്ട്. മാത്രമല്ല അവർ പരസ്പരം വാശി പോലെയാണ് തങ്ങൾ കൂടുതൽ എന്ന തരത്തിൽ. അങ്ങനെ റഷ്യയുടെ എല്ലാവിധ യുദ്ധ സംവിധാനത്തെയും പ്രതിരോധിക്കാൻ വേണ്ടി ഉക്രൈന് ഒരു പരിധിവരെ സാധിച്ചു. 10-ലധികം ഗ്രാമങ്ങൾ ഇപ്പോഴും റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ രാജ്യത്തെ കീഴ്പ്പെടുത്താനോ ഭരണാധികാരിയെ അട്ടിമറിക്കാനോ ഇപ്പോഴും റഷ്യക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് തന്നെ റഷ്യ കണക്കാക്കുന്നു. പിന്നീട് 2023 നടന്ന ഇവരുടെ യുദ്ധം, ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം, ഹമാസിന്റെ അക്രമം നടന്നതോടുകൂടി ഒക്ടോബർ 7 തീയതിയുള്ള ആക്രമണത്തോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കക്ഷിയാണ് എന്നുള്ളത് കൃത്യമാണ്. ആദ്യ ഘട്ടത്തിലൊന്നും അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും പിന്നീട് ഇറാന്റെ നിലപാടുകൾ വളരെ കൃത്യമായി. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന പൊതുശത്രുവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വിശ്വാസപരമായി തന്നെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ ഇറാൻ സർവ്വ മേഖലയിലൂടെയും അവരുടെ മിലീഷ്യ വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ആക്രമണം നടത്തി. അത് ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യയും ഇറാനും 2 യുദ്ധവും മുഖത്ത് ഇപ്പൊ സജീവമാണ്. അത് ആ രാജ്യത്തിന് നേരെ അക്രമം ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 2 പ്രാവശ്യമെങ്കിലും ഇറാന്റെ അകത്ത് കയറി അല്ലെങ്കിൽ ഇറാനിലേക്ക് മിസൈൽ പായിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. 3-ലധികം തവണയെങ്കിലും റഷ്യയിലേക്ക് മിസൈൽ പായിച്ചുകൊണ്ട് ഉക്രൈനും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നേരെയുള്ള അക്രമത്തിന്റെ രൂപങ്ങൾ വളരെ കൃത്യമാണ്, വളരെ ദൃശ്യമാണ് എന്നുള്ള കാര്യം ഉക്രൈനും ഇറാനും റഷ്യക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പം നമ്മൾ സിറിയയിലേക്ക് വരുന്ന സമയത്ത് സിറിയയിൽ വലിയ രീതിയിലുള്ള ഗുണങ്ങൾ ഇറാനുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ ഇറാന്റെ അതിർത്തി പങ്കിടുന്ന സിറിയ എന്ന് പറയുന്ന രാജ്യത്തിലൂടെ സിറിയയുടെ അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ ഇറാന് സാധിക്കും.
അപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിന്റെ റൂട്ട് മാപ്പായിട്ട് തന്നെ സിറിയയെ ഇറാൻ കാണുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ അറബ് മേഖലയിലൊക്കെ ഏത് തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും പ്രതിരോധിക്കാൻ വേണ്ടി വലിയ സൈനിക സംവിധാനം സിറിയയുടെ അകത്ത് ഉണ്ടാക്കാൻ വേണ്ടി 2011 ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അസദുമായിട്ടുള്ള കരാർ വ്യവസ്ഥ പ്രകാരം റഷ്യക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ രാജ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ ഗുണങ്ങൾ ഈ രണ്ട് രാജ്യത്തിനും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അസദിന്റെ ഭരണം അട്ടിമറിയാൻ പോകുന്നു എന്ന കാര്യം കൃത്യമായി റഷ്യക്കും ഇറാനും അറിയാവുന്നതാണ്. വലിയ സൈനിക മുന്നേറ്റം ഈ സിറിയക്ക് വേണ്ടി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ്. ഏറെക്കുറെ ഇറാന്റെ സൈനിക മേഖലയിൽ നിന്ന് അത്തരം കാര്യങ്ങൾ അവർ പറഞ്ഞതുമാണ്. പിന്നീടാണ് വളരെ പെട്ടെന്ന് വലിയ മാറ്റങ്ങൾ ഈ മേഖലയിലൊക്കെ ദൃശ്യമാകുന്നത്. പ്രതീക്ഷിച്ച രീതിയിലും റൂട്ടിലുമല്ല ഈ യുദ്ധം പോകുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇറാനും റഷ്യക്കും മനസ്സിലാക്കി. അപ്പോൾ ഇപ്പോൾ നിലവിൽ അവർ പിന്മാറാനുള്ള അല്ലെങ്കിൽ യുദ്ധമുഖത്ത് സജീവമാകാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന രണ്ട് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഒന്ന്, ഇവിടെ വിമത വിഭാഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടി റഷ്യൻ സൈന്യവും ഇറാന്റെ സൈന്യവും ഇറങ്ങിക്കഴിഞ്ഞാൽ മാരകമായിരിക്കുന്ന ഒരു യുദ്ധം സിറിയയുടെ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്റെ കാര്യം അമേരിക്കയും ഇസ്രായേലും ഇതിന്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നുണ്ട്. തുർക്കിയിലെ ഒരു വിഭാഗം സൈനിക മേധാവികളും. അപ്പോൾ 3 രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി വിമതപക്ഷം സിറിയയുടെ ഭൂപ്രദേശത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കവച്ചു വെട്ടുന്ന രീതിയിലുള്ള പ്രതിരോധം സിറിയയുടെ അകത്ത് ഇറാനും റഷ്യയും സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് വല്ലാതെ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി റഷ്യക്ക് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ യുദ്ധമേഖലയായിരിക്കുന്ന ഇസ്രായേലിന്റെ യുദ്ധമേഖലയായിരിക്കുന്ന പാലസ്തീനിലും ലെബനാനിലും പ്രതിരോധം അല്ലെങ്കിൽ വലിയ അക്രമങ്ങൾ 2ാം ഘട്ടത്തിൽ തുടരുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറാനും സാധിക്കാതെ വരും. ഇത് തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കമായിട്ട് റഷ്യയും ഇറാനും മനസ്സിലാക്കി. കാര്യം ഇവിടെ അവരെ തളച്ചു കെട്ടുക, അവിടെ ആക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. 200-ലധികം രാജ്യങ്ങളുണ്ടായിട്ട് പാലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിൽ പാലസ്തീന് അനുകൂലമായ രീതിയിൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു രാജ്യം ഇറാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു രാജ്യം പറഞ്ഞു. റഷ്യയിലേക്ക് തിരിയുന്ന സമയത്ത്, ഉക്രൈനിലേക്ക് തിരിയുന്ന സമയത്ത് റഷ്യക്ക് അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് പറഞ്ഞ രാജ്യം ഇറാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു രാജ്യം പറഞ്ഞിട്ട് ഞങ്ങൾ ഉക്രൈനെതിരെ യുദ്ധത്തിനുണ്ട് എന്നവർ പറഞ്ഞിട്ടില്ല. പക്ഷേ റഷ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം തന്നെയാണ് റഷ്യയും ഇറാനും ഈ വിഷയത്തിൽ നടത്തിയത്. അവരെ യഥാർത്ഥത്തിൽ സിറിയയിൽ തളച്ചിടാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അങ്ങനെ അവർ ആ മേഖലയിൽ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. ഏതെങ്കിലും റഷ്യൻ സൈനികരോ അല്ലെങ്കിൽ ഇറാന്റെ സൈനികരെയോ വിമതപക്ഷം വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് ആക്രമണം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ സിറിയ എന്ന് പറയുന്ന ഭൂപ്രദേശം ഉക്രൈന്റെ ഭൂപ്രദേശം പോലെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഭൂമികയായി മാറുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തികവും സൈനികപരമായിരിക്കുന്ന സഹായം ഈ രണ്ട് രാജ്യങ്ങൾക്കും നൽകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായിരിക്കുന്ന ഈ പ്രദേശം ശ്രദ്ധിക്കാൻ ഒരുപക്ഷെ ഇറാന് സാധിക്കാതെ പോകും. ഉക്രൈന്റെ പ്രദേശം ശ്രദ്ധിക്കാൻ ഈ റഷ്യൻ സൈന്യത്തിന് സാധിക്കാതെ പോകുമെന്ന് മാത്രമല്ല, അവര് പിടിച്ചടക്കി അവരുടെ റഷ്യയുടെ ഭൂപ്രദേശത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം പോലും യഥാർത്ഥത്തിൽ ഉക്രൈൻ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും അവർക്കുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഈ രണ്ട് പ്രധാനമായിരിക്കുന്ന വിഷയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായ രീതിയിൽ ഇപ്പോഴത്തെ അസദ് സർക്കാരിനെ സഹായിക്കുന്ന സമയത്ത് ഭാവിയിൽ തങ്ങൾക്കുണ്ടാകുന്ന വലിയ ഭവിഷ്യത്തുകളും വലിയ നാശങ്ങളും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം പ്രശ്നമായി നിലനിൽക്കുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയും ഇറാനും ഇതിന് പിന്നോട്ടം പോയത്. അതോടുകൂടി എന്തായി, ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധതന്ത്രം പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം പരാജയപ്പെടുത്താൻ വേണ്ടി അതിന്റെ മേലെ കളിക്കുകയാണ് റഷ്യയും ഇറാനും ചെയ്തത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കാര്യം വിമതപക്ഷം ഇത്ര ശക്തമായ രീതിയിൽ മുന്നേറണമെങ്കിൽ വലിയ രീതിയിലുള്ള ലോകരാജ്യങ്ങളുടെ സഹായം നിർബന്ധമാണ്. അത്ര ധൈര്യപൂർവ്വമാണ് അവർ മുന്നേറ്റം നടത്തിയത്. അപ്പോൾ ആ മുന്നേറ്റം നടത്തുന്നതിന് ലോകശക്തി രാജ്യങ്ങൾ പ്രതിരോധിക്കണം. അത് റഷ്യയും ഇറാനുമാണ് പ്രതിരോധിക്കേണ്ടത്. അവർ പ്രതിരോധിച്ചു കഴിഞ്ഞാലോ മാരകമായിരിക്കുന്ന യുദ്ധം
അലപ്പോ നഗരത്തിൽ തന്നെ തുടങ്ങും. അലപ്പോ നഗരത്തിൽ തുടങ്ങിയിരിക്കുന്ന യുദ്ധം യഥാർത്ഥത്തിൽ റഷ്യയും ഇറാന്റെയും സൈന്യമുണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ കീഴടക്കാൻ വേണ്ടി വിമതപക്ഷത്തിന് സാധിക്കില്ല. ഒരുപാട് മരണങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തന്ത്രം പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു വലിയ അതിന്റെ മേലെ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് റഷ്യയും ഇറാനും ചെയ്തത് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.